സൗഹൃദത്തിൻ്റെ പരിശുദ്ധി പങ്കിടാൻ സമകാലികനായ മറ്റൊരു കവിയെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ടീച്ചറുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇപ്പോൾ അന്ന് ടീച്ചർ ഇങ്ങനെ ആദ്യമായിട്ട് ഈ പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാരെ സാഹിത്യകാരന്മാർക്കൊക്കെ കത്തയച്ചു എന്ന് പറഞ്ഞു. കാലിഫോർണിയയിലെ ഒരു പഴയ ഗോത്ര തലവൻ അദ്ദേഹത്തോട് അമേരിക്കൻ പ്രസിഡന്റ് ഭൂമി ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പ്രസിഡന്റിന് എഴുതിയ കത്ത് ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിരുന്നു. ഹൗ ക്യാൻ ഐ സെൽ what is not mine? These flowers are not mine, I belong to them. Yeah. These trees are not mine, I belong to them. This earth is not mine, I belong to them. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വേദമാണിത്. അതൊരു പ്രസ്ഥാനമാകുകയാണ്. ഭൂമിയിൽ ഒരു കാലത്ത് ഒരു സ്വപ്നം എല്ലാവരും പങ്കിട്ടിരുന്നു. അത് ഛിന്ന ഭിന്നമായിപ്പോയി. അത് വീണ്ടും കൊണ്ടുവരികയാണ് നമ്മുടെ സ്വപ്നം. അതാണ് ഈ കവികളെല്ലാവരും ഇതിൽ പെടാനുള്ള കാരണം. അതാണ്. പിന്നെ അന്ന് ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായിട്ട് NV കൃഷ്ണവാര്യരുണ്ടായിരുന്നു. അദ്ദേഹമാണ് പ്രസിഡൻ്റായിട്ടും സുഗതകുമാരി സെക്രട്ടറി ആയിട്ടും പ്രകൃതി സംരക്ഷണ സമിതി ജന്മമെടുത്തത്. ONV ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നെന്ന്. സുഗതകുമാരി പിന്നീട് അതിലേക്ക് മാത്രം അങ്ങോട്ട് ലയിച്ചു. ഞാനതിലത്ര സന്തുഷ്ടനല്ല. കവിതയിൽ നിന്ന് മാറിപ്പോയെന്നു. സുഗതകുമാരിക്ക് മറ്റൊരു നിലപാടും മറ്റൊരു അഗാധമായ വേരോട്ടവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ സുഗതകുമാരിയുടെ കവിതയിൽ ഞങ്ങൾ കേൾക്കുന്നത് പുരുഷ ശബ്ദമാണ്. എവിടെയൻ പള്ളിവാൾ പൊന്നലു കോലുന്ന കുടകൾ പൊന്നലു ഇല്ലേ കുട്ടികൾ ഉച്ചണ്ടമാവൻ പടഹം എവിടൻ വെളുത്ത് അതുള്ളും പടക്കുതിര വൻ പാമ്പത്തോടൻ ചാവം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പടയാളിയുടെ ശബ്ദമാണ്. പലപ്പോഴും അതൊരു പൊരുതുന്ന നായകൻ്റെ ശബ്ദമാണ്. ഒരു ഫെമിനിൻ വോയിസ് ഇല്ലെന്ന് തന്നെ പറയാം. കാളിമർദ്ദനവും അതെ. പിന്നീട് ആ ശബ്ദം പോയിട്ട് സ്ത്രൈണ ദുഃഖങ്ങളാണ് കൂടുതൽ വരുന്നത്. വേണ്ടതല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ കവിതയുടെ ഭംഗിയോ അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഒന്നും വിമർശിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ സുഗതകുമാരിക്ക് മറ്റൊരു നിലപാടുണ്ടായിരുന്നു കവിതയിൽ. ഞാനതുകൊണ്ട് കലഹിച്ചിട്ടുണ്ട്. സുഗതകുമാരിയോട് പലപ്പോഴും ചണ്ട കൂടിയിട്ടുണ്ട്. പക്ഷെ കലഹിക്കാൻ ഒരാൾ വേണ്ടേ? യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമാണ്. സുഗത ചേച്ചിയോട് കലഹിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഒരു വലിയ നേട്ടം എന്നതിൽ നിരവധി കവികളെ ഇതിലൊക്കെ ഉത്സാഹികളാക്കിയിട്ട് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. കൊട്ടാരക്കര മുതൽ കുറേ ദൂരം ഇങ്ങനെ ഏതാണ്ട് കുളക്കട വരെ ഏനാത്ത് ആ ഭാഗം വരെ ഇങ്ങനെ രാത്രിയിൽ തൈ നട്ട് രാത്രിയിൽ ഇങ്ങനെ നടന്നു വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മോഹൻദാസ് എന്നു പേരായ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അയാൾ. കൊടകരയാണ്, തൃശ്ശൂർ. അയാൾ കൊടകരയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളുടെയും മുറ്റത്ത് ചുറ്റുവട്ടങ്ങളിലൊക്കെ മാവ് വെച്ച് പിടിപ്പിക്കുക അയാളുടെ വ്രതമായിരുന്നു. അങ്ങനെ 1000 മാവ് വെച്ച് പിടിപ്പിച്ചു. 1001ാമത്തെ മാവ് നടാൻ വേണ്ടി എന്നെ ഒന്ന് വിളിച്ചു. അല്ല, അതുപോലെ നിരവധി ആൾക്കാർ ഇതിനു വേണ്ടി അങ്ങനെ നടക്കുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്. കുറച്ച് പ്രകൃതിയിൽ നിന്ന് എടുക്കുക, പങ്കിട്ട് അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. ടീച്ചർ ഇത്രയും വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അത് ശരിയാവും. ഇപ്പോൾ വളരെ സന്തോഷം.